പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ദിവസങ്ങൾ അല്ലെങ്കിൽ UN ദിവസങ്ങൾ നോക്കാം. ഐക്യരാഷ്ട്ര ദിനങ്ങളാണ് പറയുന്നത്. ആദ്യത്തേതാണ് ഫെബ്രുവരി 2. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമാണ്. ലോക തണ്ണീർത്തട ദിനം. എല്ലാത്തിനെയും കൂടെ ലോക തണ്ണീർത്തട ദിനം. ഇന്റർനാഷണൽ ഡേയ്സ് ആണ്. അപ്പം ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2 എന്ന് പറയുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് തണ്ണീർത്തട ദിനം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഫെബ്രുവരി 10 പയറുവർഗ ദിനം. ഫെബ്രുവരി 10 പയറുവർഗ ദിനം. ഫെബ്രുവരി 13 റേഡിയോ ദിനം. റേഡിയോ ദിനം ഒക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 13 റേഡിയോ ദിനം. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. മാർച്ച് 3 വന്യജീവി ദിനം. മാർച്ച് 3 വന്യജീവി ദിനം. മാർച്ച് 8 വനിതാ ദിനം. നമുക്കതറിയാം അല്ലെ? മാർച്ച് 8 വനിതാ ദിനം. മാർച്ച് 21 വനദിനം. മാർച്ച് 21 വനദിനം. മാർച്ച് 22 ജലദിനം. മാർച്ച് 22 ജലദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനമാണ്. മാർച്ച് 24 ക്ഷയരോഗ ദിനം. മാർച്ച് 24 എന്താണ്? ക്ഷയരോഗ ദിനം. ഇതൊരു കോഡിൽ നമുക്ക് ഓർത്തു വെക്കാം അല്ലെ? മാർച്ച് 21 മുതൽ 24 വരെ കോഡിൽ എങ്ങനെയാണ് ഓർത്തു വെക്കുന്നത്? കോഡൊക്കെ ഉണ്ട് അല്ലെ? വനജയുടെ കാലിൽ ക്ഷയം എന്നൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. വനജല കാലക്ഷയം എന്ന് ഓർത്തു വെക്കാം. വനജല കാലക്ഷയം. മാർച്ച് 21, 22, 23, 24 ഈസി ആയിട്ട് ഓർത്തു വെക്കാവുന്ന ഒരു 4 ദിവസങ്ങളാണ്. ജനുവരി 24 വിദ്യാഭ്യാസ ദിനം. ജനുവരി 24 ആണ് വിദ്യാഭ്യാസ ദിനം. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ലോക ആരോഗ്യ ദിനമാണ് കേട്ടോ. ലോക ആരോഗ്യ ദിനം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 22 ഭൗമദിനം. ഏപ്രിൽ 22 ആണ് ഭൗമദിനം. ഏപ്രിൽ 23 പുസ്തക ദിനം. ഏപ്രിൽ 23 പുസ്തക ദിനമാണ്. ഷേക്സ്പിയറുടെ ജന്മദിനമാണ്. ഏപ്രിൽ 25 മലേറിയ ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനമാണ്. മെയ് 3 പത്രസ്വാതന്ത്ര്യ ദിനം. മെയ് 3 എന്താണ്? പത്രസ്വാതന്ത്ര്യ ദിനമാണ്. മെയ് 15 കുടുംബദിനം. മെയ് 15 കുടുംബദിനം. മെയ് 22 ജൈവ വൈവിധ്യ ദിനം. മെയ് 22 എന്താണ്? ജൈവ വൈവിധ്യ ദിനമാണ്. മെയ് 31 പുകയില വിരുദ്ധ ദിനം. മെയ് 31 എന്താണ്? പുകയില വിരുദ്ധ ദിനമാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. ജൂൺ 7 ഭക്ഷ്യ സുരക്ഷാ ദിനമാണ്. ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്? ജൂൺ 7 ആണ്. സമുദ്രദിനം ജൂൺ 8. ജൂൺ 8 ആണ് സമുദ്രദിനം. ചോദിച്ചിട്ടുള്ളതാണ്. ജൂൺ 8 സമുദ്രദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. പലതവണ ചോദിച്ചിട്ടുണ്ട്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 14 രക്തദാന ദിനം. ചോദിച്ചിട്ടുണ്ട്. ജൂൺ 14 രക്തദാന ദിനം. ജൂൺ 21 യോഗ ദിനം. ചോദിച്ചിട്ടുണ്ട്. ജൂലൈ 11 ജനസംഖ്യാ ദിനം അല്ലെ? ജനസംഖ്യാ ദിനം. ജൂലൈ 11 ജനസംഖ്യാ ദിനം. ജൂലൈ 20 ചാന്ദ്രദിനം. ജൂലൈ 20 ചാന്ദ്രദിനം. ആഗസ്റ്റ് 12 യുവജന ദിനമാണ്. ആഗസ്റ്റ് 12 യുവജന ദിനമാണ്. സെപ്റ്റംബർ 15 ജനാധിപത്യ ദിനമാണ്. സെപ്റ്റംബർ 15 ജനാധിപത്യ ദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. നമുക്കറിയാം മോൺട്രിയൽ പ്രോട്ടോകോൾ അല്ലെ? 16 ഒപ്പുവെച്ചത്. സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്. സെപ്റ്റംബർ 27 വിനോദസഞ്ചാര ദിനമാണ്. സെപ്റ്റംബർ 27 വിനോദസഞ്ചാര ദിനം. ഒക്ടോബർ 1 വയോജന ദിനം. ഒക്ടോബർ 1 വയോജന ദിനം. ഒക്ടോബർ 2 അഹിംസാ ദിനം. അന്താരാഷ്ട്ര ദിവസമാണ്. ഒക്ടോബർ 2 അഹിംസ ദിനമാണ്. ഒക്ടോബർ 5 അധ്യാപക ദിനം. ഒക്ടോബർ 5 അധ്യാപക ദിനമാണ്. ഒക്ടോബർ 9 തപാൽ ദിനം. ചോദിച്ചിട്ടുണ്ട്. ഒക്ടോബർ 9 തപാൽ ദിനം. ഒക്ടോബർ 16 ഭക്ഷ്യദിനം. ഒക്ടോബർ 16 ഭക്ഷ്യദിനം. ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച ദിവസമാണ്. ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനം. നവംബർ 10 ശാസ്ത്ര ദിനം. നവംബർ 10 ശാസ്ത്ര ദിനം. നവംബർ 14 പ്രമേഹ ദിനം. ഈ കഴിഞ്ഞ ദിവസത്തെ എക്സാമിന് ചോദിച്ചതാണ്. നവംബർ 14 പ്രമേഹ ദിനം. നവംബർ 19 ടോയ്ലറ്റ് ദിനം. നവംബർ 19 ആണ് ടോയ്ലറ്റ് ദിനം. നവംബർ 21 ടെലിവിഷൻ ദിനം. നവംബർ 21 ആണ് ടെലിവിഷൻ ദിനം. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഡിസംബർ 3 ഭിന്നശേഷി ദിനം. ഡിസംബർ 3 ആണ് ഭിന്നശേഷി ദിനം. ഡിസംബർ 5 മണ്ണ് ദിനം. ഡിസംബർ 5 എന്താണ്? മണ്ണ് ദിനമാണ്. ഡിസംബർ 9 അഴിമതി വിരുദ്ധ ദിനം. ഡിസംബർ 9 എന്താണ്?
അഴിമതി വിരുദ്ധ ദിനമാണ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഡിസംബർ 11 പർവ്വത ദിനമാണ്. പർവ്വത ദിനവും ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 11 പർവ്വത ദിനം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അന്താരാഷ്ട്ര ദിവസങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത്.